ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി നോക്കാം. ഇത് പലരും ചെയ്യുന്ന ഒരു തോരനായിരിക്കും. നമ്മൾ അവിയലിലും തോരൻ വെക്കാനും ഒക്കെ എടുക്കുന്ന പച്ചക്കായയുടെ തൊലിയാണിത്. ഇപ്പോഴും മിക്ക വീടുകളിലും ഓണത്തിനൊക്കെ ഉപ്പേരി വറക്കാൻ കായ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബാക്കി തൊലി കൊണ്ട് തോരൻ വെക്കാറുള്ളതാണ്. അത് ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം എന്നിവ ഇതുപോലൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായയുടെ തൊലിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ കായ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് കൂടെ ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.